ഈ കൊള്ളരുതായ്മ ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതിന്റെ ഒരു ഇരയാണ് ഞാൻ. അതിന്റെ ഒരു നേർക്കാഴ്ചയും അതിന്റെ ഒരു ഇരയുമാണ് ഞാൻ. ഇനി ഇത് ആർക്കും ആവർത്തിക്കാൻ പാടില്ല എന്നൊരു ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ ആ ഒരു സ്വബോധത്തോടു കൂടി തന്നെയാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. അയാളുടെ ജീവിതം തന്നെ ഇനി ഇങ്ങനത്തെ തന്തയ്ക്ക് പിറക്കാഴിക ആരും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബലിയാടാക്കി. ജോസഫ് എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് മെഡിക്കൽ രംഗത്ത് നടക്കുന്ന കൊള്ളരുതായ്മകൾ, ആ കൊള്ളരുതായ്മകൾ വരച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ജോജി ജോർജ് ആ ഒരു കഥാപാത്രം ചെയ്തത്? അയാളുടെ തന്നെ ജീവിതം അയാൾ ബലിയാടാക്കി. എന്ന രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ ദീപകിനെയും കാണാം. ഇനി ഒരാളും ഇത് ആവർത്തിക്കത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? ദീപകിന്റെ ജീവൻ പോയി. ഇനി പേടിയായിരിക്കും. ഇവളെ പോലെയുള്ള തീവ്ര ഫെമിനാച്ചി ചിന്തയുള്ള, അല്ലെ തീവ്രമായിട്ട് ആണുങ്ങളോട് വിരോധമുള്ള നായിന്റെ മക്കളൊക്കെ ഇപ്പൊ പേടിച്ചിട്ടുണ്ടാവും. ഇവൾക്ക് മുൻപ് വേറൊരുത്തി വന്നിട്ടുണ്ട്. അത് അപ്സെ അങ്ങനെ എന്തോ ആണ് തോന്നുന്നത് നാറിയുടെ പേര്. അവളും ഇതുപോലെ ട്രെൻഡ് ആവാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നിട്ട് ഇപ്പൊ അവൾക്ക് എന്തായി? അവൾ ഈ ഇടയിൽ കൂടി രക്ഷപ്പെട്ടു പോയി. ഇവള് പെടുകയും ചെയ്തു. ഇവള് പെടേണ്ടവള് തന്നെയാണ്. അപ്പൊ പോലീസ് എന്തുകൊണ്ടാണ് ഇവക്ക് പൂർണ്ണ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ട് ഇവളെ